ഹലോ, എൻ്റെ പേര് യദുകൃഷ്ണൻ PR എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ശ്രീ ചക്കുളത്താവ് ദേവി ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തടുത്താണ് എൻ്റെ വീട്. ഞാനാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ ബർഫ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാം കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. കുറേ മാനിഫെസ്റ്റേഷൻ നടന്നു. ഇപ്പോൾ തന്നെ മാനിഫെസ്റ്റേഷൻ നടന്നു. അല്ല, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ എൻവലപ്പ് ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് എല്ലാം അറിയാം, മറ്റേ ഗ്രൂപ്പിൽ സാറ് കൊണ്ട് എൻവലപ്പ് ഉണ്ടാക്കണം, എന്നിട്ട് ഇതിനകത്ത് പൈസ വെക്കണം, നമ്മൾ കുറച്ച് ഡെയിലിക്ക് 10 രൂപ 20 രൂപ 100 രൂപയൊക്കെ വെച്ചാൽ മതി എന്നാണ്. ഞാൻ ജസ്റ്റ് ഈ ഡ്രസ്സിന് വേണ്ടി ഒരു 4000 രൂപയുടെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എപ്പോഴും പൈസയൊക്കെ വെക്കും, പിന്നെ എണ്ണി നോക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ വെക്കല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഒരു മാസം ആയില്ലെന്ന് തോന്നുന്നു, ഒരു മാസമായെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് വിജി ഫാഷൻസ് എന്ന ഈ അടുത്തൊരു തുണിക്കട, അവിടെ നിന്ന് മെസ്സേജ് വരും, നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരും, ഒരു ഓഫറൊക്കെ. ജസ്റ്റ് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ കാണാറില്ല, ജസ്റ്റ് ഒരു അപൂർവമായിട്ട് ഞാനത് കാണുകയും ജസ്റ്റ് ഇപ്പോൾ ഞാൻ എനിക്ക് നോക്കാം ഈ പൈസ എത്ര ആയെന്ന് നോക്കാമെന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് 4000 രൂപ എഴുതി 4500 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് ഭയങ്കരമായിട്ട് തോന്നി. ഞാനത് ആ ഗ്രൂപ്പിൽ അന്ന് തന്നെ ഇട്ടെന്ന് തോന്നുന്നു. എന്നിട്ട് അന്ന് ഇട്ടത് ഞാൻ തുണി മേടിച്ചിട്ടാണ്. എൻ്റെ ഇപ്പോഴും ആ ബില്ലുണ്ട്. അതേണ്ട, ഇതാണ് ആ ബില്ല്, കണ്ടോ, എനിക്ക് കാണാം, തുണി മേടിച്ചത്. ഓക്കെ, ബില്ലൊക്കെ സൂക്ഷിക്കുന്നത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് അതാണ് പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷൻ. ഞാൻ ഒരാൾക്ക് ഒരു എമൗണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ എമൗണ്ട് ഒരു 5-6 മാസമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. 6 മാസമായിട്ട് ഞാൻ മേടിച്ചാണ്, പലിശ കൊടുക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും എമർജൻസി വന്നാൽ പോകും. അത് നമ്മുടെ മനസ്സിൻ്റെയാണ്, നമ്മൾ ആ സമയത്ത് ചിലവാക്കുന്നത്. സത്യം പറഞ്ഞാൽ മാറ്റി വെച്ചാൽ ആ ഒരു ഇതുണ്ട്. അപ്പം ഞാനെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഇത് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനെന്ത് ഒരു പേപ്പർ ജസ്റ്റ് ഒരു 1.5 മാസം മുമ്പ്, ഒരു മാസം മുമ്പ് ഗ്യാപ്പിൽ ഞാൻ എഴുതി വെച്ച പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ വെട്ടിത്തിരുത്തിയിട്ടൊക്കെ ഉണ്ട്. അതിനകത്ത് വെച്ചാൽ 10-ാം തീയതി 10/10/2022 ഈ വ്യക്തിയുടെ പൈസ കൊടുക്കുന്നതായിട്ട് ഞാൻ സങ്കല്പിച്ചു. 1 ലക്ഷം രൂപ ഉണ്ട് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ താഴെ എഴുതി താങ്ക് യു ഫോർ ദ മണി. ഈ 10 എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെട്ടി 15 ആക്കി. മനസ്സിലായി. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലല്ലോ, 10 കൊടുക്കാൻ പറ്റില്ലല്ലോ. അതോ ശമ്പളം വരുന്നതാണെങ്കിൽ 15-ാം തീയതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ തികഞ്ഞില്ല, 100 എടുക്കാതെ 10-ാം തീയതി കൊടുക്കാൻ പറ്റും നോക്കി. 10-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ല. മനസ്സിലായി. അങ്ങനെ 10-ാം തീയതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ 15-ാം തീയതി കൊടുക്കാമല്ലോ എന്നൊരു കൺസെപ്റ്റ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റി. അതായത് 10-ാം തീയതി വെട്ടിയ 15-ാം തീയതി അല്ല കൊടുക്കാൻ പറ്റിയ 10-ാം തീയതി. അതിനെ തെളിവാണ് കണ്ടത്. ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ പൈസ ഞാൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് പോസ്റ്റ് ചെയ്തായിരുന്നു. അതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ.